നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു. എനി ഡൗട്ട്സ്? രാഷ്ട്രീയക്കാരന്റെ പ്രാണവായുവാണ് പ്രസംഗം. ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം. തള്ളില് കെ പി സൂപ്പറാ. ആണോ? എന്നാ വരൂ, പെട്രോൾ വില വർധനയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എന്തിനെ കുറിച്ചാണ്? പെട്രോൾ. ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധനയെ കുറിച്ചാണ്. പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താണത്? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതെന്താണിത്? ഇതിങ്ങനെയാണോ ഇത്? പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? എന്താടാ ഇത്? എന്ത് പെട്രോളാണിത്? എന്ത്? അതെ, നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് അതിൻ്റെതായൊരു ശൈലിയുണ്ട്. എന്താ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കൂ, ഇരിക്കൂ. സോറി സഖാവേ, താങ്ക് യു. സഖാക്കളെ, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $63. നമ്മുടെ രാജ്യത്ത് നോക്കൂ, ഇവിടെ ലിറ്ററിന് വില $91.50. എണ്ണ കമ്പനികളുടെ കുത്തകക്ക് കൊടിപിടിക്കുകയാണ് കേന്ദ്രം. അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ്. GDP വെറും 2%. ഭൂശ്വാസികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അല്ല സഖാവേ, ഈ ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടാൻ? വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ. റേഷൻ, കേന്ദ്ര സഹായം, GDP, ADGP എല്ലാം എങ്ങനെയല്ലേ? ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ? പതറരുത്, അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ്. ന്യായീകരിച്ചോ? ഏറ്റു. അടുത്ത പോയിന്റിലേക്ക് വരാം. കാലോചിതമായ തിരുത്തൽ നമ്മുടെ വൊക്കാബുലറിയും വന്നു ചേർന്നിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേര് ട്രോളും. പകരം ഫാസിസം, ഭരണഘടന, അസഹിഷ്ണുത, ആർത്തവം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹാഷ്ടാഗ് എന്നൊക്കെ മതി. വന്നട്ടെ കേട്ടോ. ചേട്ടാ, കൂൾ ഡ്രിങ്ക്സ്. ഹാപ്പി മാരീഡ്. നമസ്കാരം. ചേച്ചി, നീ എന്തോടെ ഗിഫ്റ്റ് കൊടുത്തേ? നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ വരാ. ആഹാ, കൊള്ളാലോ. കല്യാണം ഇഷ്ടായോ? ഞാൻ പറഞ്ഞില്ലേ അഞ്ജലി ചേച്ചി. സുരേഷ് വിളിച്ചായിരുന്നു ചേച്ചി? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല. പരാതി വരട്ടെ. മെമ്പറെ, എന്തായ വഴിയൊക്കെ? റബ്ബർ കൃഷി വല്ലതും തുടങ്ങിയോ? ഏയ്, നിങ്ങളെ സുരേഷിനെ എങ്ങോട്ടാ മാറ്റിയേ? സോറി, അത് പറയാൻ പറ്റില്ല, പാർട്ടി രഹസ്യ. റബ്ബറിന്റെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എത്ര ദിവസമായി മടുത്ത്. ഈ പഠിത്തവും എഴുത്തവും ശരിയാവത്തില്ല. ഒന്നും ചെയ്യണ്ടാത്ത നമ്മുടെ പാർട്ടി എന്തൊരു സ്വർഗം. സ്വർഗം KP, ഇത് നമ്മുടെ ലാസ്റ്റ് ഹോപ്പാ. കോപ്പാണ് ഈ ക്ലാസ്സും പരീക്ഷയും ഇമ്പോസിഷനും. ഞാൻ ഉസ്മാൻക്കടുത്ത് പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാ. അവിടെ ചെന്ന് മരുഭൂമി കളിച്ചാൽ പോലും ഇതിനും മനസ്സമാധാനം കിട്ടും. മെമ്പറായാലും ഫണ്ട് പിരിക്കാൻ ഗൾഫിൽ പോവാലോ. സോറി. കണ്ണ് തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹാക്കൾ. ഇച്ചിരി പേടിക്കണ്ട, പാർട്ടി എതിരല്ല. ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം. സത്യം. സർക്കാരിന്റെ ഊർജവും. എന്നാ എനിക്കൊഴുക്കി ഒരു 50. കുപ്പിവെള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ്. ഇന്നു മുതൽ ഞാനും. ടച്ചിങ്സ്. ലാൽ സലാം. അല്ല, ടച്ച്. എന്തടിയാണല്ലേ?